ചുവപ്പുകോട്ട എന്നറിയപ്പെടുന്ന തിരുനെല്ലി താമരയ്ക്ക് വളക്കൂറുള്ള മണ്ണാക്കിയിരിക്കുകയാണ് സജിത ഉണ്ണികൃഷ്ണൻ ഒന്നാം വാർഡിൽ മത്സരിച്ച എതിരായി സംസാരിച്ചിട്ടില്ല. എല്ലാവരും എന്നോട് നല്ല സപ്പോർട്ടാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവരും ഞങ്ങൾ എൻ്റെ കൂടെ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ CPM-കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ ഞാനായിരുന്നു മത്സരിച്ചത്. അന്ന് 56 വോട്ടിനാണ് BJP പരാജയപ്പെട്ടത്. അപ്പോൾ അന്ന് എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച CPM-ന് ഒരു മറുപടി കൊടുക്കണം എന്നൊരു ആശ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു. ചുവപ്പുകോട്ട എന്നറിയപ്പെടുന്ന തിരുനെല്ലി താമരയ്ക്ക് വളക്കൂറുള്ള മണ്ണാക്കിയിരിക്കുകയാണ് സജിത ഉണ്ണികൃഷ്ണൻ ഒന്നാം വാർഡിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി. ചരിത്ര വിജയമാണ് സജിത ഉണ്ണികൃഷ്ണൻ BJP-ക്കായി നേടിക്കൊടുത്തത്. തിരുനെല്ലിയിൽ ക്ഷേത്ര വാർഡ് ഉൾപ്പെടുന്ന ഒന്നാം വാർഡാണ് BJP പിടിച്ചെടുത്തത്. ഇതായാലും നമുക്ക് സജിതയോട് തന്നെ ചോദിക്കാം, ചേച്ചി എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ആദ്യ വിജയത്തെ, എങ്ങനെ ഒരു ചരിത്ര വിജയം തന്നെയല്ലേ ഇത്? എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത്, ഒന്നാം വാർഡിൽ താമര വിരിയിപ്പിച്ചത് BJP പ്രവർത്തകരായ എൻ്റെ നേതാക്കന്മാർ എൻ്റെ കൂടെ രാവും പകലും ഒരുപോലെ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് തിരുനെല്ലി ഒന്നാം വാർഡ് പിടിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചത്. അവരുടെ കഠിനമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ കൊളോർമുണ്ട കുടുംബമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബം. അവരുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇതിന് കാരണം. അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് താമര വിരിയിക്കാൻ എനിക്ക് സാധിച്ചത്. വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നോ? വിജയിക്കും എന്നൊരു പ്രതീക്ഷ വെച്ചാൽ, ഞങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് ആരും എതിരായി സംസാരിച്ചിട്ടില്ല. എല്ലാവരും എന്നോട് നല്ല സപ്പോർട്ടാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്, എല്ലാവരും എനിക്ക് വോട്ട് തരും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ CPM-കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാറ്റം അവർക്ക് പ്രതീക്ഷിക്കാൻ പ്രയാസമായിരിക്കുമല്ലോ. ഈ ഗോത്രജനത ഒരുപാടുള്ള പ്രദേശം കൂടിയാണ് തിരുനെല്ലിയൊക്കെ. അപ്പോൾ അവരുടെ അടിസ്ഥാന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന അത്യാവശ്യമാണ്. കാരണം ഒരുപാട് വീടില്ല, വെള്ളമില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കില്ലേ? അതെ, തീർച്ചയായും ഞാൻ ശ്രമിക്കും. മോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കഴിയും വിധം അർഹതപ്പെട്ടവർക്ക് ഞാൻ എത്തിക്കാൻ എനിക്ക് സാധിക്കണം. ഏതായാലും നമുക്ക് അന്ന് ആ വൈറൽ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച രാജുവേട്ടൻ നമ്മുടെ ഒപ്പം ചേരുന്നു. രാജുവേട്ടാ, അന്ന് ഇപ്പോൾ ഒരു വൈറലായിരിക്കുകയാണ് നിങ്ങളുടെ മുദ്രാവാക്യം തന്നെ. ഒരുപാട് പേർ കണ്ടു, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. എന്ത് തോന്നുന്നു, ആദ്യ വിജയത്തെ എങ്ങനെയാണ് ആ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ തോന്നിയത്? കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ ഞാനായിരുന്നു മത്സരിച്ചത്. അന്ന് 56 വോട്ടിനാണ് BJP പരാജയപ്പെട്ടത്. അപ്പോൾ അന്ന് എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച CPM-ന് ഒരു മറുപടി കൊടുക്കണം എന്നൊരു ആശ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും അക്ഷീണമായി പ്രവർത്തിച്ചിട്ടാണ് ഒരു വോട്ട് നമ്മൾ ജയിച്ചു. അത് എനിക്ക് അത്രയും വലിയ വാക്കുകളില്ല പറയാറുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ ഏകദേശം എനിക്ക് ഈ സഹാക്കന്മാരുടെ വീടുകളിൽ എത്തുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കൊരു മറുപടി കൊടുക്കണം. അവരാണ് അന്ന് ഈ മുദ്രാവാക്യമൊക്കെ വിളിച്ചത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ആശയമാണത്. അപ്പോൾ ഈ അടിയ ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു ഭാഷയിലാണ് അന്ന് അവർ വിളിച്ചത്. ആ ഒരു ഭാഷ വെച്ച് തന്നെയാണ് ഞാൻ തിരിച്ചൊരു മറുപടി എന്ന രീതിയിൽ കൊടുക്കുകയും ചെയ്തത്. മുദ്രാവാക്യം ഒന്നുകൂടി ഒന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഓക്കെ. എങ്കാട താമര എങ്കാക്കു വേണം, എങ്കട താമര ബാടുവ കാണി, മുറിഞ്ച അരിവാളു എങ്കാക്കു വേണ്ട, മുറിഞ്ച കയ്യൊമ്മു എങ്കാക്കു വേണ്ട, എങ്കാക്കു എങ്കാട താമര മതിയോ. ഏതായാലും ചരിത്ര വിജയം നേടിയ ആഹ്ലാദത്തിലാണ് ഈ തിരുനെല്ലിയിലെ ഓരോ BJP പ്രവർത്തകരും. തിരുനെല്ലി ക്ഷേത്രം ഉൾപ്പെടുന്ന ഒന്നാം വാർഡാണ് BJP ചരിത്രപരമായി പിടിച്ചെടുത്തിരിക്കുന്നത്. അത് എക്കാലത്ത് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം CPM-ൻ്റെ ചുവപ്പുകോട്ട എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ഒന്നാം വാർഡ് തന്നെയാണ് BJP ആദ്യം താമര വിരിയിച്ചിരിക്കുന്നത്. തിരുനെല്ലിയിൽ നിന്നും V. വിനീഷ്, വയനാട് ന്യൂസ്.